കേന്ദ്ര സർക്കാർ അവഗണനയ്ക്കെതിരെ ഹരിയാനയിലെ വിവിധയിടങ്ങളിൽ കർഷകർ ട്രാക്ടർ മാർച്ച് നടത്തുന്നു. നിരവധി കർഷകരെ പങ്കെടുപ്പിച്ചാണ് ട്രാക്ടർ മാർച്ച്. വിവരങ്ങളുമായി അച്യുതൻ പഞ്ചാബിന് പുറത്തും തീവണ്ടി തടയുക പോലെയുള്ള സമരമാർഗം ആലോചിക്കുന്നുണ്ടവർ. അപ്പോൾ കൂടുതൽ ശക്തമാക്കുകയാണോ കർഷക സമരം? അച്യുതൻ. തീർച്ചയായിട്ടും ഹാഷ്മി, അതിൻ്റെ സൂചനകൾ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ ദില്ലി ചലോ മാർച്ച് ഹരിയാന പോലീസ് തടഞ്ഞതോടുകൂടിയാണ് പ്രതിഷേധം ശക്തമാക്കാൻ കർഷക സംഘടനകൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രാരംഭഘട്ടം എന്ന നിലയിലാണ് ഇന്ന് പഞ്ചാബിന് പുറത്ത് ഈ ട്രാക്ടർ മാർച്ച് ഇപ്പോൾ കർഷക സംഘടനകളും അതിന് കീഴിൽ കർഷകരും വലിയ രീതിയിൽ അണിനിരന്നുകൊണ്ട് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഹരിയാനയുടെ പലയിടങ്ങളിലും ഹൈവേകൾ അതുപോലെ തന്നെ ചെറിയ റോഡുകളെല്ലാം കേന്ദ്രീകരിച്ച് ട്രാക്ടർ മാർച്ച് ഇപ്പോൾ പുരോഗമിക്കുകയാണ്. എന്നാൽ ഇതിനേക്കാൾ ഏറ്റവും ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാനിരിക്കുന്നത് മറ്റന്നാളാണ്. അന്ന് പഞ്ചാബിനകത്ത് ട്രെയിനുകൾ തടയുവാനുള്ള നീക്കമാണ് കർഷകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. 12 മണി മുതൽ മറ്റന്നാൾ 12 മണി മുതൽ 3 മണി വരെ പഞ്ചാബിനകത്ത് ട്രെയിനുകൾ തടയാനുള്ള പ്രഖ്യാപനം കൂടി കർഷക സംഘടനകൾ നടത്തിയിരിക്കുകയാണ്. ഈ കർഷകരുടെ ആവശ്യങ്ങളിൽ മിനിമം താങ്ങുവില, കാർഷിക കടങ്ങൾ എഴുതിത്തള്ളണം, കർഷക സമര സമയകാലത്ത് രജിസ്റ്റർ ചെയ്ത കേസുകൾ റദ്ദാക്കണം, അങ്ങനെ തുടങ്ങിയ നിരവധി ആവശ്യങ്ങളിൽ കേന്ദ്ര സർക്കാർ മൗനം തുടരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ പ്രതിഷേധം ശക്തമാക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. മറ്റന്നാൾ പഞ്ചാബിനകത്തെ റെയിൽവേ സ്റ്റേഷനുകളും അതുപോലെ തന്നെ പാളങ്ങളും റെയിൽവേ പാളങ്ങൾ ഉൾപ്പെടെ തടയാനും അവിടെ സംഘടിച്ച് പ്രതിഷേധം ശക്തമാക്കാനുമാണ് കർഷക സംഘടനകൾ ആഹ്വാനം നൽകിയിരിക്കുന്നത്. കർഷക സമരം കുറച്ചുകൂടി തീവ്രമായ ശക്തമായ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അതിനുള്ള ഒരുക്കത്തിലാണ് കർഷകർ. അതിന്റെ ഭാഗമായി കൂടിയാണ് ട്രാക്ടർ മാർച്ച്.